നമസ്കാരം. നമ്മൾ ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന 4th മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതൊരു ഇത്തിരി ലെങ്തി പാർട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ചും ട്രെയിനിങ്ങിനെ കുറിച്ചും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും കൊടുക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് പറയണം. അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതേപോലെ NCCT, അങ്ങനെയുള്ള കുറച്ചധികം സ്ഥാപനങ്ങളെക്കുറിച്ച് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇമ്പാർട്ട് ചെയ്യുന്ന ആ ഒരു എൻലൈറ്റൻമെൻറ്റ് പ്രോസസ്സാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്കൊരു പ്രാവീണ്യം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്കിൽ അക്വയർ ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാൻ കഴിയും? നമുക്ക് കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ ആ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും കോപ്പറേറ്റീവ് ട്രെയിനിങ്ങുമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്താണ് എന്ന് 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്താണെന്നും 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെയും ട്രെയിനിൻ്റെയും നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ആ ഏരിയ 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. അപ്പോൾ എന്നാൽ ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മൾ പറയുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ഇന്ത്യയിൽ നമ്മുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, നോക്കൂ, ദ സെൻറ്റേഴ്സ് ഫോർ ദ ട്രെയിനിങ് ഓഫ് ജൂനിയർ ആൻഡ് ഇൻ്റർമീഡിയറ്റ് വർക്കേഴ്സ് ആർ ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ്, while at the central level the program of cooperative training has been entrusted to the National Council for Cooperative Training under the Cooperative Union of India എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ജൂനിയർ വർക്കേഴ്സിൻ്റെയും ഇൻ്റർമീഡിയറ്റ് വർക്കേഴ്സിൻ്റെയും ട്രെയിനിങ് സാധാരണഗതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുകളാണ് നോക്കുന്നത്. എന്നാൽ അത് സെൻട്രൽ ലെവലിലേക്ക് പോകുമ്പോൾ അത് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്ന സംഘടനയാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷനാണ് അത്തരം ട്രെയിനിങ് നോക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ഈ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് NCUI എന്ന് വെച്ചാൽ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അതൊരു ചെറിയ ഒരു ഓവർവ്യൂ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഈ ട്രെയിനിങ് നടക്കുന്നത് NCCTയും NCUIയും ഒക്കെ വഴിയാണ് നമ്മുടെ ഈ ട്രെയിനിങ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്, അത് ഒന്നാമത്തത് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ കോപ്പറേറ്റീവ് യൂണിയനുകൾ നമ്മുടെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത് 4 ലെവലുകളിലായിട്ടാണ് എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ഏറ്റവും മുകളിലുള്ള ലെവൽ എന്ന് പറയുന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ NCUI എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് യൂണിയനുകളുടെ സ്ട്രക്ചർ പറയുമ്പോൾ അത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയാണ്. രണ്ടാമത് അതിന് താഴെ വരുന്നത് അതത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനുകളാണ്. അപ്പോൾ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനും കഴിഞ്ഞാൽ പിന്നെ ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻസ് ആണ്, DCU. അപ്പോൾ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ NCUI വരും, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുമ്പോൾ SCU വരും, ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുമ്പോൾ DCU ആണ് കേട്ടോ. അപ്പോൾ ഡിസ്ട്രിക്റ്റിന് ശേഷം വരുന്നതിനെ നമ്മൾ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻസ് എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ പറയുന്നത് താലൂക്ക് ലെവൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് നമ്മൾ സാധാരണ സർക്കിൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻസ് ആണ്. അപ്പോൾ ഏറ്റവും താഴത്തെയാണ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ, അതിന് മുകളിൽ നമുക്ക് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് യൂണിയനുകളുണ്ട്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനുകളുണ്ട്. ഏറ്റവും മുകളിൽ എന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് NCUI ആണ്, നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്.
രണ്ടാമത്തെ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചർ ഓഫ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ഇന്ത്യയിൽ നമ്മുടെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ്. അത് നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. ഏറ്റവും മുകളിൽ വരുന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. ഈ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് എന്ത് വരുന്നത്? നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് അല്ലെങ്കിൽ NCCT എന്ന് പറയുന്നത്. ഈ NCCT ആണ് ട്രെയിനിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ട്രെയിനിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും NCCT നോക്കുമ്പോഴും അത് NCUIയുടെ അണ്ടറിലാണ് എന്ന് ഓർക്കുക. മനസ്സിലായോ? NCCTയുടെ താഴെയാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനുകൾ വരുന്നത്. ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനുകളിൽ ഈ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും നടക്കുന്നത് ഈ 4 മേഖലകളിലാണ്. ഏതൊക്കെയാണ്? ഒന്ന് വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് കേട്ടോ. വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുക. നമ്മൾ വാംനിക്കോം എന്നാണ് പറയുന്നത്. വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വാംനിക്കോം എന്ന് പറയും. VAMNICOM അതാണ് വാംനിക്കോം എന്നാണ് അതിന് പറയുന്നത്. അതൊരു സംഘടനയാണ്. അതേപോലെ അതിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജുകളുണ്ട്. 17 എണ്ണം ഉണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ 17 കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജുകളുണ്ട്. അതേപോലെ 85ഓളം വരുന്ന കോഓപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്ററുകളുണ്ട്. അതേപോലെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 591 അത്രയും ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഒരു കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ സ്ട്രക്ചർ നമുക്ക് പറയാൻ കഴിയുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? അതിനകത്ത് NCUIയെ കുറിച്ചിട്ടാണ് പറയുന്നത്. NCUI. അപ്പോൾ NCUI നമുക്കറിയാം. NCUI നമ്മൾ ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിലെ ഏറ്റവും അപ്പെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. NCUI നമുക്കൊരു എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് NCUI എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, NCUI എന്ന് പറയുമ്പോൾ NCUIയുടെ ഒരു ഒറിജിൻ പറയുന്നത് 1929 കാലഘട്ടം മുതലാണ് എന്നാണ്. NCUI ക്യാൻ ട്രേസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ 1929 വെൻ ദ ഓൾ ഇന്ത്യ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ വാസ് ഫോംഡ്. 1929 ഓൾ ഇന്ത്യ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ തുടക്കം മുതലാണ് NCUIയുടെ ഒറിജിനായിട്ട് നമുക്ക് പറയാൻ കഴിയുക. 1949 ദ ഇന്ത്യൻ പ്രിൻസിപ്പൽ ബാങ്ക്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു. വിച്ച് ഹാഡ് കെയിം ഇൻ ടു ബീയിങ് മോർ ഓർ ലെസ് അറ്റ് ദ സെയിം ടൈം മെർജ്ഡ് വിത്ത് ഫോർമർ റിസൾട്ടിങ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് യൂണിയൻ. എന്ന് വെച്ചാൽ ഈ സംഘടന നമ്മുടെ ഓൾ ഇന്ത്യ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയും ഇന്ത്യൻ പ്രിൻസിപ്പൽ ബാങ്ക്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയും കൂടെ ചേർന്നിട്ട് മെർജ് ചെയ്തു എന്നാണ് പറയുന്നത്. മെർജ് ചെയ്തതിന് ശേഷം അതെന്തായിട്ട് മാറി? ഇന്ത്യൻ കോഓപ്പറേറ്റീവ് യൂണിയനായിട്ട് മാറി. ഈ സംഘടന, ഈ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് യൂണിയൻ പിന്നെ അതെന്തായിട്ട് മാറി? ഈ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇന്ന് നമ്മൾ കാണുന്ന NCUI ആയിട്ട് മാറി. ഈ NCUIയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇറ്റ്സ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് ദ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ടു എഡ്യൂക്കേറ്റ്, ടു ഗൈഡ് ആൻഡ് അസിസ്റ്റ് ദ പീപ്പിൾ ഇൻ ദെയർ എഫോർട്ട് ടു ഹോൾഡ് അപ്പ് ആൻഡ് എക്സ്പാൻഡ് കോഓപ്പറേറ്റീവ് സെക്ടർ and to serve as an exponent of cooperative opinion in accordance with the basic cooperative principles. അപ്പോൾ ഒരു സെൻറ്റൻസ് ആണ് പറയുന്നത്. നമ്മൾ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പളായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് എന്ത് കൊടുക്കുക? ഒരു പ്രൊമോഷൻ കൊടുക്കുക. പ്രൊമോഷൻ എന്ന് വെച്ചാൽ അതിനൊരു സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടു എഡ്യൂക്കേറ്റ്, ഗൈഡ് ആൻഡ് അസിസ്റ്റ് ദ പീപ്പിൾ ഇൻ ദെയർ എഫോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് സെക്ടറിനെ മുന്നോട്ട് നയിക്കുന്ന ആളുകളുടെ എഫോർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിനെ ഗൈഡ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷൻ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ടു സെർവ് ആസ് എൻ എക്സ്പോണൻറ്റ് ഇൻ കോഓപ്പറേറ്റീവ് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോഓപ്പറേറ്റീവ് ഒപ്പീനിയനൊക്കെ കൊടുക്കുന്ന ഒരു എക്സ്പോണൻ്റായി മാറുക ആണ് NCUIയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയുക.
അപ്പോൾ ഇറ്റ് ഈസ് എ ഫെഡറൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഇതൊരു ഫെഡറൽ ഓർഗനൈസേഷനാണ്. ആ ഫെഡറൽ ഓർഗനൈസേഷനകത്ത് ഏകദേശം 190ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഒരു മെമ്പേഴ്സായിട്ട്. ഇതൊരു നാഷണൽ ലെവൽ ഓർഗനൈസേഷനാണ്. അപ്പം നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രധാനമായിട്ടും ഈ ബാക്കിയുള്ള ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് മെമ്പേഴ്സായിട്ട് വരിക. അപ്പോൾ 190ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെമ്പേഴ്സായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ഫെഡറേഷൻസ്, സ്റ്റേറ്റ് ലെവൽ കോഓപ്പറേറ്റീവ്സ്, അപ്പെക്സ് ലെവൽ കോഓപ്പറേറ്റീവ്സ്, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ബിസിനസ് ഫെഡറേഷൻസ്, കോഓപ്പറേറ്റീവ് യൂണിയൻസ് ആൻഡ് സോ ഓൺ. എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് മെമ്പർഷിപ്പായിട്ട് ആരൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഫെഡറേഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ കോഓപ്പറേറ്റീവ്സ് ഉണ്ട്, അപ്പെക്സ് ലെവൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, ബിസിനസ് ഫെഡറേഷനുകളുണ്ട്, അതേപോലെ തന്നെ കോഓപ്പറേറ്റീവ് യൂണിയനുകളുണ്ട്. അങ്ങനെ കുറേ സംഘടനകൾ അവിടെയുണ്ട്. ദ ഫണ്ട് ഓഫ് ദ യൂണിയൻ കംപ്രൈസ്, അവിടെ നമ്മുടെ ഈ NCUIക്ക് വേണ്ടുന്ന ഫണ്ടുകൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഇൻ എയ്ഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആനുവൽ സബ്സ്ക്രിപ്ഷൻ, ഈ സംഘടനയ്ക്ക് മറ്റ് സംഘടനകളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കിട്ടുന്നുണ്ട്. അതേപോലെ മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ NCUI നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുക. നമുക്ക് എല്ലാ സംഘടനയിലും പോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ NCUIയുടെയും മാനേജ്മെൻറ്റ് ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്? ജനറൽ ബോഡിയുടെ കയ്യിലാണ്. ജനറൽ ബോഡിയാണ് അവിടുത്തെ ഡേ ടു ഡേ അഫയേഴ്സൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ യൂണിയൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈസ് ദ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമുക്ക് അല്ലെങ്കിൽ ഒരു ധർമ്മമായി പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോർപ്പറേഷൻ്റെ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും റിസർച്ചും അതിൻ്റെ പ്രൊമോഷനാണ് ഇവർ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ ബിൽറ്റപ്പ് ഇൻ എ ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. എന്ന് വെച്ചാൽ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇതൊരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ കെട്ടിപ്പടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് 19 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, എന്ന് വെച്ചാൽ 19ഓളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റുകൾ, അതേപോലെ 95ഓളം ജൂനിയർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്ററുകൾ ഒക്കെ ആരുടെ കീഴിലുണ്ട്? ഈ NCUIയുടെ കീഴിലുണ്ട് എന്നാണ് പറയുന്നത്. ദ NCUI ഹാസ് ബീൻ റണ്ണിങ് a national center for cooperative education at New Delhi for imparting training to instructors and field educators for leadership development. എന്ന് വെച്ചാൽ ഈ നമ്മുടെ NCUI എന്ന് പറയുന്ന സംഘടന ന്യൂഡൽഹി ആസ്ഥാനമാക്കിയിട്ട് ഒരു നാഷണൽ സെൻറ്റർ ഫോർ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നടത്തുന്നുണ്ട്. അവിടെ ട്രെയിനിങ് കൊടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാമോ? ഇൻസ്ട്രക്ടേഴ്സിനും അതേപോലെ ഫീൽഡ് എഡ്യൂക്കേറ്റേഴ്സിനുമാണ്. ഇവിടെ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ആർക്ക് കൊടുക്കുന്നത്? അവിടെ നമ്മുടെ ഡൽഹിയിൽ ഈ സ്ഥാപനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്രയാണ് പറയുന്നത്. അവസാനമായിട്ട് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ദ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ സ്പെഷ്യലി അസൈൻഡ് ടു ദ ടാസ്ക് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. നമുക്കറിയാം നമ്മൾ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ NCUIയുടെ പ്രധാനപ്പെട്ട ടാസ്ക്കായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകൾ എന്ന് വെച്ചാൽ ടു എഡ്യൂക്കേറ്റ് ഓണററി ഓഫീസ് ബിയറേഴ്സ് ഓഫ് പ്രൈമറി സൊസൈറ്റീസ്. എന്ന് വെച്ചാൽ പ്രൈമറി സൊസൈറ്റിയിലെ ഓഫീസ് ബെയറേഴ്സിന് വേണ്ടുന്ന എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിന് വേണ്ടുന്ന എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ മെമ്പേഴ്സിനും പൊട്ടൻഷ്യൽ മെമ്പേഴ്സിനും വേണ്ടുന്ന എഡ്യൂക്കേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി NCUI ഹാസ് ബീൻ പബ്ലിഷിംഗ് എ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ന്യൂസ്, ദ കോഓപ്പറേറ്റർ ആൻഡ് ദ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് റിവ്യൂ എന്ന് പറയുന്ന 2 എഡിഷൻ എന്ന് വെച്ചാൽ 2 മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. NCUI പബ്ലിഷ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട കോഓപ്പറേറ്റീവ് എഡിഷൻ ന്യൂസുകളാണ് ഏതൊക്കെ? ദ കോഓപ്പറേറ്റർ ആൻഡ് ദ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് റിവ്യൂ മാഗസീൻ എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയാണ് NCUI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് പറയുമ്പോൾ നമുക്കൊരിക്കലും NCUIയെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. NCUIക്ക് പ്രധാനമാണ്. NCUI പ്രധാനമാണ്. അതേപോലെ നമ്മൾ ഇനി തൊട്ടടുത്ത് പറയാൻ പോകുന്ന NCCTയും പ്രധാനമാണ് കേട്ടോ.
അപ്പോൾ ഈ NCCT ആയിട്ട് പറയാൻ പോകുന്നത്. NCCT എന്ന് പറയുമ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് എന്നാണ് കേട്ടോ. അപ്പോൾ NCCT ഒരു 4 മാർക്കിനും 15 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം അത്രത്തോളം ഉണ്ട് ഈ NCCT എന്ന് പറയുന്നത്, അത്രത്തോളം തന്നെ ഉണ്ട് ഈ NCCTയും. അതേപോലെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്ന സംഗതികളൊക്കെ നമ്മുടെ പുസ്തകത്തിനകത്ത് അത്യാവശ്യം ടോപ്പിക്കുകളുണ്ട്, കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ NCCT ആണ്. അപ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഈസ് രജിസ്റ്റേർഡ് ഓട്ടോണമസ് സൊസൈറ്റി അണ്ടർ ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രൊമോട്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പോർട്ട്ഫോളിയോ ആണ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് പോർട്ട്ഫോളിയോ അല്ല. അത് നമ്മുടെ ഈ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയ്ക്കുള്ളിൽ വരുന്നതാണ് ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ ഒരു സഹകരണ മന്ത്രിയും സഹകരണ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ NCCT കൊണ്ടുവന്നിട്ടുള്ളത്. The council is responsible for organizing, directing, monitoring and evaluating the arrangements for cooperative training for the personnel working in the cooperative sector in the country. നമ്മുടെ രാജ്യത്തിലെ കോഓപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടുന്ന കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടുന്നുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒരുക്കുക എന്നാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ NCCTയുടെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഇത് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അതുകൊണ്ടാണ് ഞാൻ വേറൊരു നിറത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ കൗൺസിൽ എന്ന് പറയുന്നതാണ് ഈസ് ടു ഓർഗനൈസ് നീഡ് ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം ആൻഡ് ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഫോർ കോഓപ്പറേറ്റീവ്സ് ഫോർ ദ കൺട്രി. അപ്പോൾ നമ്മുടെ NCCTയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ ഒരു നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക എന്നത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ കോഓപ്പറേറ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് വേണ്ടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നതും എന്താണ് നമ്മുടെ NCCTയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. It also envisages conducting research in critical areas of cooperative movement. കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ക്രിട്ടിക്കൽ ഏരിയാസിൽ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഏരിയകളിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ആര് നോക്കുന്നുണ്ട്? നമ്മുടെ NCCT നോക്കുന്നുണ്ട്. അവിടെ എന്താണ് the council has established its own training structure comprising of Vamniko, പൂനെ അറ്റ് എ നാഷണൽ ലെവൽ, അതേപോലെ 5 റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. അതെവിടേക്കാണെന്ന് ചോദിച്ചാൽ അത് ചണ്ഡീഗഡ്, ബാംഗ്ലൂർ, കല്യാണി, ഗാന്ധിനഗർ, പാറ്റ്ന. അങ്ങനെ ഇത് കുറച്ച് നമ്മുടെ ഈ NCCTയുടെ കുറച്ചു സ്ട്രക്ചറാണ് പറയുന്നത്. NCCT എവിടെയൊക്കെ ആയിട്ട് അവരുടെ റീജിയണൽ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു വാംനിക്കോം ഉണ്ട്, അതേപോലെ തന്നെ 5 റീജിയണൽ ഓഫീസുകളുണ്ട്, അതേപോലെ 14 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ഉണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ അതിനകത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് സ്ലൈഡ് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ NCCT ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വാംനിക്കോവും അതേപോലെ 5 റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റും അതേപോലെ തന്നെ 14 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിമുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവുകളാണ് പറയുന്നത്. നമുക്ക് പുസ്തകത്തിൽ ഒരുപാട് ഒബ്ജക്റ്റീവുകൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പത്തിലുള്ള കുറച്ച് പോയിൻറ്റുകളാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒന്നാമത് ടു ഫോർമുലേറ്റ് ഓവറോൾ പോളിസീസ് ആൻഡ് പ്ലാൻസ് റിലേറ്റിംഗ് ടു കോഓപ്പറേറ്റീവ് ട്രെയിനിങ്. കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഓവറോൾ പോളിസികളും പ്ലാനുകളും ഫോർമുലേറ്റ് ചെയ്യുക. To organize and direct arrangements in regard to the training of personnel employed in the cooperative department and cooperative institution in the country. എന്ന് വെച്ചാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ടു ഓർഗനൈസ് ആൻഡ് ഡയറക്റ്റ് അറേഞ്ച്മെൻറ്റ് ഇൻ റിഗാർഡ് ടു ട്രെയിനിങ് ഓഫ് പേഴ്സണൽസ് എംപ്ലോയിഡ്. ഇവിടെ പേഴ്സണൽ PERSONAL ആണ്. പേഴ്സണൽ എന്ന് വെച്ചാൽ തൊഴിലാളികൾ അല്ലെങ്കിൽ ജോലിക്കാർ എന്നുള്ളതാണ്. അപ്പോൾ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലും കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ജോലി എടുക്കുന്ന ആളുകളുണ്ടല്ലോ,
ഓഫീസ് ബെയറേഴ്സ് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് അറേഞ്ച്മെൻറ്റുകൾ നടത്തുക, ഓർഗനൈസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതേപോലെ മൂന്നാമത്തെ ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മാനേജ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, മാനേജ് ചെയ്യുക. അതേപോലെ ടു ഐഡൻറ്റിഫൈ പ്രോബ്ലം ഏരിയാസ് ഓഫ് കോഓപ്പറേറ്റീവ് റിക്വയറിങ് റിസർച്ച് ആൻഡ് ഓർഗനൈസ് റിസർച്ച് സ്റ്റഡീസ് എന്ന് വെച്ചാൽ നമ്മുടെ റിസർച്ച് ആവശ്യമായി വരുന്ന മേഖലകൾ കണ്ടെത്തുക. കോഓപ്പറേറ്റീവിൽ തന്നെ റിസർച്ചുകൾ ആവശ്യമായി വരുന്ന മേഖലകൾ കണ്ടെത്തിയിട്ട് അവിടെ റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മാനേജ് കോഓപ്പറേറ്റീവ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോഓപ്പറേറ്റീവ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, മാനേജ് ചെയ്യുക. ടു അറേഞ്ച് ഫോർ ട്രെയിനിങ് ഓഫ് ടീച്ചിങ് സ്റ്റാഫ് ഓഫ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞല്ലോ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഉണ്ട്. അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫിന് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുക. ടു ഇവാലുവേറ്റ് വേരിയസ് കോഴ്സസ് ഇൻ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഓരോ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിനും ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് വിലയിരുത്തുക. എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊടുക്കുക. ടു arrange for provision on consultancy service to cooperatives, particularly on problems of management. എന്ന് വെച്ചാൽ കോഓപ്പറേറ്റീവ്സിന് വേണ്ടുന്ന കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അത് ഏറ്റവും പ്രധാനമായിട്ടും മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ ആണ് അവിടെ നമ്മൾ പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ടു എഡ്യൂക്കേറ്റ് ഫാർമേഴ്സ് ആൻഡ് അറേഞ്ച് ട്രെയിനിങ് ടു അറ്റൈൻ മോഡേൺ സ്കിൽ ഓഫ് ഫാമിംഗ് ഇൻ കോഓപ്പറേഷൻ ഓഫ് ഈച്ച് അതർ. എന്ന് വെച്ചാൽ ഈ ഫാമിങ്ങിലൊക്കെ പുതിയ പുതിയ സ്കില്ലുകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ആ സ്കില്ലുകൾ കർഷകരുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ടു അറേഞ്ച് ഫോർ ട്രെയിനിങ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു എൻകറേജ്മെൻറ്റ് ഓഫ് കോഓപ്പറേഷൻ എമംഗ്സ് ദ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇൻ ദ കൺട്രി. എന്ന് വെച്ചാൽ ഈ കോഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോഓപ്പറേഷൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളമിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ കോഓപ്പറേറ്റീവ്സിൽ അംഗങ്ങളല്ലാത്ത കുറേ ആളുകൾ ഇതിന് വെളിയിലുണ്ട്. അപ്പോൾ അവരെ കൂടി ഇതിലേക്ക് ആകൃഷ്ടരാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ട്രെയിനിങ് ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക. ടു സ്ട്രൈവ് ഫോർ മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആസ് എ സെൻറ്റർ ഓഫ് എക്സലൻസ്. നമ്മൾ ഈ പറഞ്ഞ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ടല്ലോ അതിനെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി വളർത്തിയെടുക്കുക എന്ന് പറയുന്നുണ്ട്. അതേപോലെ ടു ഡു കണ്ടിന്യൂസ് റിസർച്ച്. നമ്മുടെ കോഓപ്പറേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോഓപ്പറേറ്റീവ് നമ്മുടെ ടെക്നോളജികൾ മാറുന്നതിനനുസരിച്ചും എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും അതിനനുസരിച്ച് തന്നെ നമ്മുടെ കോഓപ്പറേഷനും വളർന്നു വരാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ എന്ത് നടത്തുക, റിസർച്ചുകൾ നടത്തുക എന്ന് പറയുന്നുണ്ട്. അതേപോലെ ട്രെയിനിങ് യൂണിറ്റുകൾക്കും നമ്മുടെ ബഡ്ജറ്ററി സപ്പോർട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പെയ്ഡ് പ്രോഗ്രാമുകൾ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ റൈസ് ഫണ്ട്സ് ബൈ വേ ഓഫ് ഗ്രാൻഡ്, ഫീസ്, സബ്സ്ക്രിപ്ഷൻസ്, കോൺട്രിബ്യൂഷൻ ഫ്രം സെൻട്രൽ ഗവൺമെൻറ്, കോഓപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പല വഴികളിലൂടെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടുന്ന എന്ത് കണ്ടുപിടിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഒരു നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ കഴിഞ്ഞാൽ അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനാണ്. അപ്പം നമ്മൾ പഠിക്കുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനാണ്. ഈ നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മുടെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ആ 1969 സെക്ഷൻ 89 പ്രകാരമാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് 1970 ഈ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ പ്രസൻ്റ്ലി ഫോക്കസ്ഡ് ഓൺ പ്രൊവൈഡിങ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോഓപ്പറേറ്റീവ് ട്രെയിനിങ്, അസിസ്റ്റിംഗ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് ടു ക്യാരി ഔട്ട് കോഓപ്പറേറ്റീവ് പ്രൊപ്പഗാൻഡ. എന്ന് വെച്ചാൽ ഈ നമ്മുടെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ പ്രധാനമായിട്ടും ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷനിലും അതേപോലെ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിലും അതേപോലെ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിൻ്റെ ഗ്രോത്തിലും മറ്റ് കാര്യങ്ങളിലുമാണ്. അതേപോലെ കോഓപ്പറേറ്റീവ് പ്രൊപ്പഗാൻഡ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത്, ഇതൊക്കെയാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. The Kerala State Cooperative Union is the highest non-official of the cooperative movement in the state. അപ്പോൾ നമ്മുടെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നമ്മുടെ സംസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ
ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനാണ്. all types of cooperative societies in the states are members of the state cooperative union. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും എവിടെ മെമ്പറാണ്? ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിൽ മെമ്പറാണ്. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രൊവൈഡ് ദാറ്റ് എവറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് registered in the state should get itself affiliated to state cooperative union. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏതുതരം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് തുടങ്ങിയാലും അത് എങ്ങോട്ടേക്ക് അഫിലിയേറ്റ് ചെയ്തിരിക്കണം? നമ്മുടെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിന് പ്രധാനമായിട്ടും കുറച്ച് ഫങ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഫങ്ഷൻസ് ആണ്. ഒന്നാമത്തത് ടു ഓർഗനൈസ്, അസിസ്റ്റ് ആൻഡ് ജനറലി ഡെവലപ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഓർഗനൈസ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, അതേപോലെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ടു ക്യാരി ഓൺ പ്രൊപ്പഗാൻഡ, കോഓപ്പറേറ്റീവ് പ്രൊപ്പഗാൻഡ അതിൻ്റെ ഗ്രോത്തിന് സഹായിക്കുക. ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ ഓൺ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് കോഓപ്പറേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുക. അണ്ടർടേക്ക് എനി അതർ ആക്ടിവിറ്റീസ് വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ഓർ കൺഡ്യൂസീവ് ഫോർ ദ ഫർദറൻസ് ഓഫ് എബോവ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ മുൻപ് പറഞ്ഞ 3 ഒബ്ജക്റ്റീവുകൾ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇനി അതേപോലെ നമ്മുടെ കേരള കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ഓഫ് ഇൻകം അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് അഫിലിയേഷൻ ഫീസാണ്, 2 കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയും, പിന്നെ ഗ്രാൻഡ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ഫണ്ടുകളായിട്ട് വരുന്നത്. ഇനി അടുത്തായിട്ട് പറയുന്നത് വെച്ചാൽ എവരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ് ഹാസ് ടു അലോക്കേറ്റ് എ പോർഷൻ ഓഫ് ഇറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് ടു ദ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏതുതരം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയാലും അതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം എന്താക്കി മാറ്റണം? കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടാക്കി മാറ്റിവെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ യൂട്ടിലൈസ് ദിസ് ഫണ്ട് ഫോർ ദ ഫർദറൻസ് ഓഫ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിങ് പ്രൊപ്പഗാൻഡ. അപ്പോൾ ഈ മാറ്റിവെക്കുന്ന ഫണ്ട് എടുത്തിട്ടാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് പ്രൊപ്പഗാൻഡയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു ജനറൽ ബോഡിയാണ്, അതേപോലെ ഒരു മാനേജിങ് കമ്മിറ്റി ഉണ്ട്. ജനറൽ ബോഡിയിൽ എന്ന് വെച്ചാൽ 1 ഡെലിഗേറ്റ് ഈച്ച് ഓഫ് ഓൾ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ, അപ്പെക്സ് സൊസൈറ്റീസ്, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, സെൻട്രൽ സൊസൈറ്റീസ് ആൻഡ് അതർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. എന്ന് വെച്ചാൽ എന്താണ്? സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനുകളിൽ നിന്നും, അതേപോലെ അപ്പെക്സ് സൊസൈറ്റീസിൽ നിന്നും, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, അതേപോലെ സെൻട്രൽ സൊസൈറ്റീസ് അതർ ദാൻ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളല്ലാത്ത സെൻട്രൽ സൊസൈറ്റികൾ, അങ്ങനെയുള്ള എല്ലാ സൊസൈറ്റികളിൽ നിന്നും ഓരോരോ ഡെലിഗേറ്റുകൾ വീതം നമ്മുടെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ജനറൽ ബോഡിയിൽ ഉണ്ടാകും എന്ന് പറയപ്പെടും. ഇനി മാനേജിങ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ 14 മെമ്പേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 1 ഫ്രം എവരി റവന്യൂ ഡിസ്ട്രിക്റ്റ്. എന്ന് വെച്ചാൽ എന്താണ്? ഈ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനുകളുണ്ടല്ലോ, ആ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനുകളുടെ ഡെലിഗേറ്റുകൾ, പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ഓരോ റവന്യൂ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓരോരോ അംഗങ്ങളുണ്ടാവും. അതേപോലെ അങ്ങനെ 14 അംഗങ്ങൾ വരും. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു ജില്ലയാണല്ലോ ഉള്ളത്, ഒരു റവന്യൂ ജില്ലയാണുള്ളത്. അങ്ങനെ 14 റവന്യൂ ജില്ല വരും നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ. അപ്പോൾ ഈ 14 റവന്യൂ ജില്ലയിൽ നിന്നും ഓരോരോ അംഗങ്ങൾ വീതം 14 പേർ എന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ 2 മെമ്പേഴ്സ് സെലക്ടഡ് ബൈ ദ ഡെലിഗേറ്റ്സ് ഓഫ് ദ അപ്പെക്സ് സൊസൈറ്റീസ്. എന്നുവെച്ചാൽ അപ്പെക്സ് സൊസൈറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 2 അംഗങ്ങൾ. പിന്നെ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 2 അംഗങ്ങൾ. ഗവൺമെൻറ് ഓഫ് കേരള നോമിനേറ്റ് ചെയ്യുന്ന 2 അംഗങ്ങൾ. അതേപോലെ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് 2 പേര്. പിന്നെ മാനേജിങ് കമ്മിറ്റി ആരെ തിരഞ്ഞെടുക്കും? ഒരു ചെയർമാനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും.
പിന്നെ രജിസ്ട്രാർ നോമിനേറ്റ് എ പേഴ്സൺ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ ആസ് എ സെക്രട്ടറി ഓഫ് ദ യൂണിയൻ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജോയിൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്ന പദവിയിൽ താഴെ വരാത്ത ഒരാളെ അതിൻ്റെ സെക്രട്ടറി ആയിട്ടും തിരഞ്ഞെടുക്കും. അങ്ങനെ അത്രയും പേരാണ് എവിടെ വരുന്നത്, നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ വരുന്നത്. The basic functions includes express their views to registrar on matters like amendment of bylaws, winding up, amalgamation, etc. എന്നുവെച്ചാൽ ഇവരുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങളെക്കുറിച്ച് രജിസ്ട്രാറിന് എന്തു കൊടുക്കുക, അവരുടെ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ അന്ന് അമെൻമെൻറ്റ് ഓഫ് ബൈലോ, വൈൻഡിങ് അപ്പ്, അമാൽഗമേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ അവരുടെ കൺസേൺസ് അറിയിക്കുക എന്നുള്ളതാണ്. ഇൻ അഡീഷൻ ദേ ഓഫർ ഡിഫറൻറ്റ് കോഴ്സസ്. ഏതൊക്കെയാണ്? ഡയറി കോഴ്സസ്, മാനേജ് കമ്മിറ്റി മെമ്പർ ക്ലാസ്സസ് ആൻഡ് 1 day സെമിനാർ. ഇവർ കുറച്ച് ക്ലാസ്സസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡയറി കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്, അതേപോലെ മാനേജിങ് കമ്മിറ്റി മെമ്പർ ക്ലാസ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്, അതേപോലെ 1 day സെമിനാർസ് ഉണ്ടെങ്കിൽ അതും ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അവസാനമായിട്ട് നമ്മൾ പറയുന്നത്, ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ വിത്ത് രജിസ്ട്രാർ ആസ് ദ ചെയർമാൻ. അപ്പോൾ ഇവർ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിനേഷനാണ്. അവിടെ ആ സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. The secretary of the state cooperative union is the secretary of the board. എന്നുവെച്ചാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറിയാണ് ഈ എക്സാമിനേഷൻ ബോർഡിൻ്റെയും സെക്രട്ടറി ആയിട്ട് വരുന്നത്. They offer regular courses for the general managers of wholesale consumer stores and departmental stores. General consumer സ്റ്റോഴ്സിനും ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സിനും വേണ്ടിയിട്ടുള്ള റെഗുലർ കോഴ്സുകൾ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. In addition to all these, there one short term course depending upon the need. ഇതിനൊക്കെ ഉപരിയായിട്ട് അവരുടെ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടൈം കോഴ്സും ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി പ്രൊപ്പഗാൻഡ ആൻഡ് പബ്ലിസിറ്റി ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി അസൈൻഡ് ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കോപ്പറേറ്റീവ് പ്രൊപ്പഗാൻഡ എന്ത് ചെയ്യുക, നല്ലതുപോലെ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ? ചില പബ്ലിക്കേഷൻസ് നടത്തുന്നുണ്ട്, അതേപോലെ എക്സിബിഷൻസ് നടത്തുന്നുണ്ട്, ഇൻഫർമേഷൻ സർവീസസ്, കോൺഫറൻസുകൾ, സെമിനാറുകൾ, അങ്ങനെയുള്ള പലതരം പ്രോഗ്രാമുകൾ ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ദ കേരള കോപ്പറേറ്റീവ് ജേണൽ ഈസ് മന്ത്ലി പബ്ലിക്കേഷൻ ബ്രോട്ട് ഔട്ട് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ പബ്ലിഷ് ചെയ്യുന്ന ഒരു മന്ത്ലി പബ്ലിക്കേഷനാണ് എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോസ് ഒന്നും കൃത്യമായിട്ട് വരാത്തതെന്ന് വെച്ചാൽ നമ്മൾ കോളേജിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും ട്യൂഷൻ ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേന് കൃത്യമായിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ക്ഷമിക്കുക നിങ്ങൾ. മാക്സിമം നിങ്ങൾക്ക്